ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 22, പേജ് നമ്പർ 689. പുരുഷഃ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സത് അസദ്യോ നിജന്മസു. പദാനുപദം. ഹി എന്തെന്നാൽ പുരുഷഃ ജീവസത്ത, പ്രകൃതിസ്ഥഃ പ്രകൃതിസ്ഥനായിട്ട് പ്രകൃതിയിൽ നിന്നുകൊണ്ട്, പ്രകൃതിജാൻ പ്രകൃതിജങ്ങളായ, ഗുണാൻ ഗുണങ്ങളെ, ഭുങ്ക്തേ ഭുജിക്കുന്നു, അസ്യ അവൻ്റെ, ജീവസത്തയുടെ, സദസദ് യോനി ജന്മസു സദസദ് യോനി ജന്മങ്ങളിൽ നല്ലതും ചീത്തയുമായ ജീവികളുടെ രൂപത്തിൽ, ഗുണസംഗഃ ഗുണസംഗം, കാരണം കാരണമാകുന്നു. വിവർത്തനം. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനായോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. ഭാവാർത്ഥം. സുപ്രധാനമായ ഈ ശ്ലോകം ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്ന അറിവ് നൽകുന്നുണ്ട്. ഉടുപ്പ് മാറുന്നതുപോലെയാണ് ജീവാത്മാവ് ശരീരം മാറിയെടുക്കുന്നതെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. ഈ വേഷപ്പകർച്ചയ്ക്ക് കാരണം ഭൗതിക ജീവിതത്തിലുള്ള ആസക്തിയാണ്. മിഥ്യയായ പ്രത്യക്ഷീഭാവത്താൽ ആകർഷിക്കപ്പെടുന്ന കാലത്തോളം ഇങ്ങനെ ജനനമരണങ്ങളുടെ പരമ്പരയിൽപ്പെട്ടുഴലാതെ നിവൃത്തിയില്ല. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആകാംക്ഷ മൂലമാണ് ജീവൻ ഈ അനിഷ്ടപരിതസ്ഥിതിയിലാക്കപ്പെട്ടത്. ഭൗതിക തൃഷ്ണയുടെ പ്രേരണ മൂലം ജീവാത്മാവ് ചിലപ്പോൾ ദേവനാവും, ചിലപ്പോൾ മനുഷ്യനും മറ്റു ചിലപ്പോൾ വന്യമൃഗവുമായേക്കാം. പക്ഷിയായും പുഴുവായും ജലജന്തുവായും പുണ്യാത്മാവായും മൂട്ടയായി പോലും ചിലപ്പോൾ പിറന്നുവെന്ന് വരാം. ഇത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
ഏതു രൂപമെടുത്താലും തൻ്റെ പരിതസ്ഥിതികളുടെ ആധിപത്യം തനിക്ക് തന്നെയാണെന്ന് ജീവൻ കരുതുന്നു. എന്നാൽ അത് ഭൗതിക പ്രകൃതിക്കധീനനാണെന്നതത്രേ സത്യം. എങ്ങനെ ഈ വിഭിന്ന ശരീരങ്ങളിൽപ്പെട്ടു പോകുന്നു എന്ന് വിവരിച്ചു കഴിഞ്ഞു. പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളുമായുള്ള വീഴ്ചയാണിതിന് കാരണം. അതിനാൽ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് ഉയർന്ന് ആധ്യാത്മികാവസ്ഥയിലെത്തണം. അതിനെ കൃഷ്ണാവബോധമെന്ന് പറയുന്നു. കൃഷ്ണാവബോധമുദിക്കാത്തവരെ ഭൗതികതാബോധം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ നിർബന്ധിക്കും. സ്മരണാതീത കാലം മുതൽക്കേ തന്നിലടിഞ്ഞു കിടക്കുന്ന ഭൗതിക വാഞ്ഛകളാണിതിന് കളമൊരുക്കുന്നത്. ഈ ധാരണ അയാൾ തുടച്ചു നീക്കണം. ആധികാരിക സ്രോതസ്സുകളിൽ നിന്ന് കേട്ടറിയുന്നതുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഒരു ഉത്തമോദാഹരണമിതാ. അർജുനൻ കൃഷ്ണനിൽ നിന്ന് ദൈവശാസ്ത്രം കേട്ടറിയുന്നു. ഈ ശ്രവണ പ്രക്രിയയ്ക്കു വിധേയനാകുന്ന ജീവാത്മാവിൽ നിന്ന് ഏറെക്കാലമായി തന്നിൽ വേരൂന്നി നിൽക്കുന്ന ആഗ്രഹം, ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന വാശി താനേ മാഞ്ഞുപോവും. ആ ആധിപത്യഭ്രമം ചുരുങ്ങുന്നതിനോടൊപ്പം അതേ അളവിൽ ആത്മീയാനന്ദമനുഭവപ്പെടുകയും ചെയ്യും. ഭഗവത് സാമീപ്യത്താൽ ഒരാൾ എത്രമാത്രം ജ്ഞാനിയായി തീരുമോ അത്ര തന്നെ സച്ചിദാനന്ദമനുഭവിക്കുന്നുവെന്ന് വേദോക്തിയുണ്ട്. ഹരേ കൃഷ്ണ.